പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് എന്തു ഭാവിച്ചാണ്? അല്ലെങ്കിൽ ഭാരതത്തെ ഹിന്ദു രാജ്യമാക്കുന്നു എന്ന പേരുദോഷം അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും വ്യത്യസ്തമായൊരു തീരുമാനം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നു? IAS ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഇനി ഭഗവത്ഗീതയിലും ഭാരതീയ തത്വശാസ്ത്രത്തിലും അധിഷ്ഠിതമായ ഒരു പരിശീലനത്തിന് വിധേയരാകാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെതാണ് ഈ തീരുമാനം. IAS ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പരിശീലനത്തിന് ഭാരതീയ തത്വചിന്തയിലും ഭഗവത്ഗീതയിലും ഊന്നിയുള്ള തദ്ദേശീയ പരിശീലന സമ്പ്രദായം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ ഇന്ത്യ എന്ന കാഴ്ചപ്പാടിന് അനുസൃതമായി ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ ഉദ്യോഗസ്ഥരെ സജ്ജമാക്കാൻ ഒരുങ്ങുന്നു. വൈദഗ്ധ്യവും അറിവും രൂപപ്പെടുത്താനുള്ള കർമ്മയോഗി പദ്ധതിയിലാണ് പുതിയ പരിശീലന രീതി കൊണ്ടുവരുന്നത്. 1.5 വർഷത്തോളം നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഇത്തരമൊരു പരിശീലന പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. 32 ലക്ഷം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കാവും ആദ്യഘട്ടത്തിൽ പരിശീലനം ലഭിക്കുക. നിലവിൽ 46 ലക്ഷം പേർ കർമ്മയോഗിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 10.4 ലക്ഷം പേർ സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഉദ്യോഗസ്ഥരാണ്. കേന്ദ്ര സർവീസുകാർക്ക് മാത്രമല്ല സംസ്ഥാന തലത്തിലും ഇത് വ്യാപിപ്പിക്കും എന്നാണ് സൂചന. 60 മന്ത്രാലയങ്ങളിലെയും 93 വകുപ്പുകളിലെയും 2600 സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ ഇതിന്റെ ഭാഗമാകും. കർമ്മയോഗിയുടെ ഭാഗമായി കർമ്മയോഗി എന്ന പോർട്ടലിൽ 1500 കോഴ്സുകൾ ഉൾപ്പെടുത്തി 1 വർഷത്തിനുള്ളിൽ ഇത് 5000 ആക്കും. ഈ കോഴ്സുകളിൽ കുറഞ്ഞത് 4 മണിക്കൂർ പരിശീലനം നേടാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് വർഷത്തിൽ 50 മണിക്കൂറായി ഉയർത്തും. ഇതിനായി ദേശീയ പഠന നിലവാരവും നിലവിൽ വരും എന്നാണ് അറിയുന്നത്. മസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാദമി അടക്കമുള്ള സർക്കാർ പരിശീലന കേന്ദ്രങ്ങളിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാകും പരിശീലനം. ഭാരതീയ തത്വചിന്ത അത് സമാനതകളില്ലാത്ത ഒരു ചൈതന്യധാരയാണ്. മഹാരാജ്യത്തിന്റെ സാംസ്കാരിക ചൈതന്യത്തോട് താരതമ്യം ചെയ്യാവുന്ന വൈകാരികമായ പദ്ധതി അത് മറ്റെങ്ങും കണ്ടെത്താൻ സാധിക്കുകയില്ല. നമ്മുടെ ആത്മദർശന പദ്ധതിയിൽ എന്തു മഹത്വമാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ നാം എത്തപ്പെടുന്നത് ഭഗവത്ഗീതയിലാണ്. അർജുനനെ മാത്രമല്ല സമസ്ത മാനവനെയും ഉണർത്തുന്ന മഹത്തായ ആശയലോകമാണ് ഭഗവത്ഗീത. എങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്ക് ഭഗവത്ഗീത പ്രയോജനപ്പെടുന്നു എന്ന ഭാഗം ചിന്തിക്കുമ്പോൾ ഗീതയിൽ നിന്ന് ലഭിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയേണ്ടി വരും. ഒരു ഭരണാധികാരിക്ക് ഒരു ഉദ്യോഗസ്ഥനോ ഒക്കെ പരമപ്രധാനമായി വേണ്ട 3 കാര്യങ്ങളാണ്: അച്ചടക്കം, സേവനം, അറിവ്. അച്ചടക്കത്തിന്റെ പ്രാധാന്യം എന്താണ്? ഒരാളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്, വഴിയിലുണ്ടാകുന്ന തടസ്സങ്ങളെ മറികടക്കുന്നതിന് അച്ചടക്കം അനിവാര്യമാണ് എന്ന് ഇത് പഠിപ്പിക്കുന്നു. യഥാർത്ഥ വിശ്വാസത്തിന്റെ വഴി ഒരാളുടെ വിജയത്തിന് 3 തലങ്ങളുണ്ട്. അത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. സ്വപ്നാവസ്ഥയിൽ നിന്ന് ഒരാൾ എപ്പോഴാണോ അറിവിലൂടെ എപ്പോൾ മുതലാണ് ഒരാളുടെ ആത്മീയ പരിശീലനത്തിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം ഉണ്ടാവുക എന്ന് ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. ജാഗ്രത അവസ്ഥ ഉള്ളപ്പോഴാണ് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനും അവരുടെ ലക്ഷ്യങ്ങൾ നേടാനുമുള്ള യഥാർത്ഥ ശക്തി വിശ്വാസത്തിലൂടെ ആ വ്യക്തിയിൽ എത്തിപ്പെടുക എന്ന് ഭഗവത്ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ഗീത നൽകുന്നത്. പ്രപഞ്ചത്തിലെല്ലാം പരസ്പര ബന്ധിതമാണ് എന്നും എല്ലാ ജീവജാലങ്ങളും ഒരു വലിയ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്നും പഠിപ്പിക്കുന്നു. ഇനി മറ്റൊന്ന്, സേവനത്തിന്റെ പ്രാധാന്യം. ആത്മീയ വളർച്ചയുടെ ഉപാധിയായി മറ്റുള്ളവർക്കുള്ള സേവനത്തിന്റെ പ്രാധാന്യം ഭഗവത്ഗീത ഊന്നി പറയുന്നുണ്ട്. മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ ഒരാൾക്ക് നിസ്വാർത്ഥതയും അനുകമ്പയും വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. അത് ചിന്താപരമായ ആത്മീയ വികാസത്തിന് അത്യന്താപേക്ഷിത ഗുണങ്ങളാണ്. അറിവിന്റെ പ്രാധാന്യം എന്താണ്? ആത്മീയ വളർച്ചയുടെ മാർഗം എന്ന നിലയിൽ ശരിയായ അറിവിന്റെ പ്രാധാന്യം ഭഗവത്ഗീത പറയുന്നുണ്ട്. ആത്മാവിന്റെയും പ്രപഞ്ചത്തിന്റെയും യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നതിലൂടെ ഒരാൾക്ക് ആത്മസാക്ഷാത്കാരവും ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനവും നേടാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്നു. ഇതൊക്കെ തത്വശാസ്ത്രപരമായി പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിൽ എത്രമാത്രം പ്രയോജനപ്രദമാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ വേണ്ടത്. അത് ഭഗവത്ഗീതയിൽ പറയുന്നു എന്നതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട എന്നില്ലല്ലോ. ഒരു നല്ല ഉദ്യോഗസ്ഥന് അച്ചടക്കം വേണം, സേവന മനോഭാവം വേണം, കൃത്യതയോടുകൂടി കാര്യങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതെല്ലാം ലഭ്യമാകണം എങ്കിൽ ഭഗവത്ഗീതയിൽ അധിഷ്ഠിതമായ ഒരു ട്രെയിനിങ് പരിപാടിയിലൂടെ ഈ ഉദ്യോഗസ്ഥർ പോയി കഴിഞ്ഞാൽ അതിന് വളരെ വ്യക്തമായ ഒരു ധാരണയിൽ എത്താൻ സാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുകയാണ്. പൊതുവെ ഭഗവത്ഗീത അർത്ഥപൂർണവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നതിനുള്ള ഒരു വഴികാട്ടി കൂടിയാണ്. ഇതൊക്കെ പറയുമ്പോഴും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പ്രായോഗിക മാർഗനിർദ്ദേശം നൽകുമ്പോൾ തന്നെ അതിൻ്റെ പഠിപ്പിക്കലുകളും സ്വയം തിരിച്ചറിവ്, ആത്മീയ വളർച്ച, നിസ്വാർത്ഥത, ദൈവത്തോടുള്ള ഭക്തി, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം ഊന്നി പറയുന്ന ഭഗവത്ഗീത ശരിയായി ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അങ്ങനെയാണ് എങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിധത്തിൽ അർജുനും കൃഷ്ണനും തമ്മിലുള്ള ആ സംഭാഷണങ്ങൾ, ചില ചോദ്യങ്ങൾ എന്ത് എന്ന രീതിയിലും ചില ചോദ്യങ്ങൾ എന്തുകൊണ്ട് എന്ന രീതിയിലും ചിലത് എങ്ങനെ എന്ന ആ ഒരു രൂപാന്തരവും നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാം കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം ഉചിതമാണ് എന്നത്.
ഏറ്റവും വലിയ ബ്യൂറോക്രാറ്റിക് പരിഷ്കരണ സംരംഭമായി വിശേഷിപ്പിക്കപ്പെടുന്ന പദ്ധതിക്ക് 2020 മന്ത്രിസഭ അനുമതി നൽകിയത്. സർക്കാർ ജീവനക്കാരുടെയും സ്ഥാപനത്തിന്റെയും ശേഷി വർദ്ധിപ്പിക്കലാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതിലേക്ക് ജീവനക്കാരെ പരിശീലിപ്പിക്കുകയും അതുവഴി അവരുടെ ശേഷി വർദ്ധിപ്പിക്കുകയുമാണ് ഈ പരിപാടിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. പദ്ധതിയുടെ മേൽനോട്ടം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള HR കൗൺസിലിനാണ്. 2020 മുതൽ 2025 വരെ 5 വർഷ കാലയളവിൽ 510.86 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ഭഗവത്ഗീതയിലും തത്വശാസ്ത്രത്തിലുമൊക്കെ അധിഷ്ഠിതമായ ഒരു പരിശീലന പരിപാടിയിലൂടെ നമ്മുടെ ഉദ്യോഗസ്ഥർ കടന്നു പോകുമ്പോൾ സേവന മനോഭാവമുള്ളവരായും നിസ്വാർത്ഥമായി സേവിക്കാൻ സാധിക്കുന്നവരായും അച്ചടക്കമുള്ളതുമായ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തരം ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിലൂടെ നടപ്പാക്കാൻ ഒരുങ്ങുന്നതിന് ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.